Hi friends, welcome back. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചെറിയൊരു ടെക് അപ്ഡേറ്റ് ആണ്. സാംസങ്ങിന്റെ M42 ലോഞ്ച് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 5G ഫോൺ ആണ്. അതേപോലെ റിയൽമിയുടെ 8 5G ഫോൺ ലോഞ്ച് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പറയാനുണ്ട്. പക്ഷെ അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചൊരു കാര്യമാണ്, നമ്മൾ എന്താണ് ഈ അമേസ്ഫിറ്റ് പോലത്തെ വില കൂടിയ വാച്ചുകൾ ചെയ്യുന്നത്? ഒരുപാട് ബഡ്ജറ്റ് റേഞ്ചിലുള്ള പുതിയ ബ്രാൻഡുകളുടെ പുതിയ നല്ല വാച്ചുകളുണ്ട്. ഇൻസ്റ്റാഗ്രാമിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ തന്നെ ധാരാളം സ്മാർട്ട് വാച്ചുകളും ബാൻഡുകളും ഇയർബഡുകളും ഒക്കെ ആയിട്ട് ഒരുപാട് ബ്രാൻഡുകൾ വരുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ് സജസ്റ്റ് ചെയ്യാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് ചില സുഹൃത്തുക്കളെ കമന്റുകൾ കണ്ടു. ഞാൻ യൂഷ്വലി എല്ലാ ബ്രാൻഡുകളുടെ സംഭവങ്ങളും പരിചയപ്പെടും. നമ്മുടെ കയ്യിലേക്ക് വരുന്ന കുറച്ച് നല്ലതാണെന്ന് തോന്നുന്ന, യൂസ് ചെയ്യുമ്പോൾ നല്ലതാണെന്ന് തോന്നുന്ന എല്ലാ ബ്രാൻഡിനെയും പരിചയപ്പെടുന്നു. പക്ഷെ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസയുണ്ട്, പരീക്ഷണങ്ങൾ നടത്താൻ വേണ്ടി പുതിയ ബ്രാൻഡിനെയൊക്കെ ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വേണേലും വാങ്ങിക്കാം. ബട്ട് ബഡ്ജറ്റ് ടൈറ്റ് ആണ്, നമുക്ക് ഒരു നല്ല വാച്ച് കുറച്ച് നാൾ ഉപയോഗിക്കാൻ വേണ്ടി വാങ്ങിക്കണമെന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രാൻഡിനെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഒരെണ്ണം പുതിയത് പരിചയപ്പെടുത്തി, നല്ലതായിരിക്കും, ഉറപ്പായിട്ടും ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെയാണ് പരിചയപ്പെടുത്തുക, നല്ലതായിരിക്കും. പക്ഷെ നിങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ബ്രാൻഡിനെ, നിങ്ങൾക്ക് പരിചയമുള്ള ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് എടുക്കുക. അത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് ബ്രാൻഡുകൾ ഇപ്പോൾ ഈ സ്മാർട്ട് വാച്ച്, ഇയർബഡ് പോലുള്ള മേഖലകളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഇഷ്ടം പോലെ ബ്രാൻഡുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ സർവീസ് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നമുക്കൊന്നും പറയാൻ പറ്റില്ല. വാങ്ങിച്ചത് അടിച്ചു പോകുമോ, എന്തൊക്കെ കംപ്ലൈന്റ് വരും എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്നെ പോലുള്ള റിവ്യൂവേഴ്സിന്റെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ, ഇപ്പോൾ സെബ്രോണിക്സിന്റെ വാച്ച് എന്റെ കയ്യിലുണ്ട്, മൊലൈഫ് വാച്ച് ഉണ്ട്, ഇതൊക്കെ എന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ വളരെ പെർഫെക്റ്റ് ആണ്. പക്ഷെ കുറെ നാൾ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ആ ഒരു ടൈം പീരീഡിനകത്ത് ഇത് നല്ല രീതിയിൽ പെർഫോം ചെയ്യും എന്നുള്ളത് നമുക്ക് ഇപ്പോഴേക്ക് ചെറിയൊരു കാലയളവിൽ ഉപയോഗിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. ബട്ട് നിങ്ങൾക്ക് റിയൽമിയോ അല്ലെങ്കിൽ സാംസങ്ങോ അല്ലെങ്കിൽ ഷവോമിയോ അല്ലെങ്കിൽ ഓപ്പോയോ ഇങ്ങനെയുള്ള ബ്രാൻഡുകൾ നോക്കിയാൽ നമുക്ക് വിശ്വാസമാണ് ഇവരുടെ പ്രൊഡക്റ്റിന്റെ ലൈഫ് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം നമുക്ക് പരിചയമാണ്. അപ്പൊ ആ പരിചയമുള്ളതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ലൈഫ് കിട്ടാനും കുറച്ച് കോൺഫിഡൻസ് കിട്ടാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. സോ ബഡ്ജറ്റ് ടൈറ്റ് ആണ്, പുതിയ ബ്രാൻഡുകളെ പരീക്ഷിക്കാനും താല്പര്യമില്ല, കുറച്ച് നാൾ യൂസ് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് വാങ്ങിക്കുകയാണെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിചയമില്ലാത്ത ബ്രാൻഡുകളുടെ വാച്ച് പോയി എടുക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ബ്രാൻഡിന്റെ വാച്ച് എടുക്കുക. പിന്നെ അമേസ്ഫിറ്റ് എന്തുകൊണ്ട് നമ്മൾ റിവ്യൂ ചെയ്യുന്ന ഇടയ്ക്കിടയ്ക്ക് പുതിയ വാച്ചുകൾ പരിചയപ്പെടുത്തുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, ഇതുവരെ നമ്മൾ റിവ്യൂ ചെയ്ത എല്ലാ അമേസ്ഫിറ്റ് വാച്ചുകളും ഇപ്പോഴും അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ ക്വാളിറ്റി നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ടാണ് ഞാൻ അത് ഒരെണ്ണം വിടാതെ ഏത് പ്രൈസ് സെഗ്മെന്റിൽ വന്നാലും എടുത്ത് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളത് നല്ലതൊക്കെ തന്നെ, ബട്ട് എനിക്ക് കുറച്ചും കൂടി കോൺഫിഡൻസ് അവരുടെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ടായിരുന്നു. ബാക്കി റിയൽമി, ഷവോമി എല്ലാം നല്ലതാണ്. നിങ്ങൾക്ക് പരിചയമുള്ളത്, ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾക്ക് പരിചയമുള്ള ആ ബ്രാൻഡിന്റെ വാച്ചുകൾ അല്ലെങ്കിൽ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും എടുക്കാൻ ശ്രമിക്കുക. പരിചയമില്ലാത്തതിന് മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക. സോ അതാണ് ഇന്നത്തെ വീഡിയോയുടെ ഒരു ഇൻട്രോ ആയിട്ട് എനിക്ക് സീരിയസ് ആയിട്ട് പറയാനുള്ള ഒരു കാര്യം. ഇനി നമുക്ക് നമ്മുടെ ടെക് ന്യൂസ് അപ്ഡേറ്റുകളിലേക്ക് വരാം. ഇനി ഇന്നത്തെ ടെക് ന്യൂസിലെ ആദ്യത്തെ വിഷയം, ഗാലക്സി M42 എന്ന് പറയുന്ന സാംസങ് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവാണ്. സ്നാപ്ഡ്രാഗൺ പ്രോസസർ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണും ലോഞ്ച് ചെയ്യുന്നത്. ലാസ്റ്റ് S20 FE കോൾകോം പ്രോസസർ വെച്ചുകൊണ്ടായിരുന്നു ലോഞ്ച് ചെയ്തത്. ഇതിന്റെ FE വേരിയന്റ് വെറും 5G അല്ലാത്ത നോർമൽ വേരിയന്റ് എക്സിനോസ് ആയിരുന്നെങ്കിലും 5Gയിലേക്ക് വന്നപ്പോൾ അത് കോൾകോം പ്രോസസർ ആക്കി മാറ്റിയവർ. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ ഒരു അടിപൊളി ഓപ്ഷൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഫുൾ റിവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കാം. അതേപോലെ തന്നെ അടുത്ത ഫോൺ M42 വരുമ്പോൾ അതും കോൾകോം സ്നാപ്ഡ്രാഗൺ 750G എന്ന് പറയുന്ന കോൾകോം പ്രോസസർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. സോ സാംസങ് ഫോൺ വിത്ത് കോൾകോം പ്രോസസർ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ സന്തോഷിക്കാം. ഇനി അങ്ങോട്ട് ധാരാളം ഫോണുകൾ ഇങ്ങനെ വരുമെന്നാണ് ഇപ്പോഴേക്കും മനസ്സിലാവുന്നത്. എന്തായാലും 28-ാം തീയതിയാണ് ഇതിന്റെ ലോഞ്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ അന്നത്തെ ദിവസം നമുക്ക് M42ന്റെ അൺബോക്സിംഗ്, മിനിയേഷൻ ഇംപ്രഷനും ഒക്കെ ആയിട്ട് നമുക്ക് അന്നത്തെ വീഡിയോയിൽ കാണാമെന്ന് പറഞ്ഞതിന്റെ കാര്യം, കൊറോണ ചതിച്ചില്ലെങ്കിൽ ഒരുപാട് ലോക്ക്ഡൌൺ ആയി, പ്രൊഡക്റ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വരുമെന്ന് അറിയില്ല കേട്ടോ. മോട്ടോയുടെ G60, G40 അങ്ങനെ 2 ഫോണുകൾ കൂടി വരുന്നുണ്ട്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ G60 വരാൻ പോകുന്നത് 108 മെഗാ പിക്സൽ. ഷവോമി, റിയൽമി ഒക്കെ കാണിച്ചു കഴിഞ്ഞ ആ ഒരു ഷോ ഇനി ഇവരും കാണിക്കുകയാണ്. മോട്ടോയും 108 മെഗാ പിക്സലിന്റെ ക്യാമറയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. റെഡ്മി ഒക്കെ കാണിക്കുന്ന പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 732G തന്നെയാണ് പ്രോസസറും വെച്ചിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഷവോമി, റിയൽമി ഒന്നും ഇഷ്ടമല്ലെങ്കിൽ മാറ്റിവെക്കാം. മോട്ടോയിലേക്ക് വരാം. സ്റ്റോക്ക് ആൻഡ്രോയിഡും 108 മെഗാ പിക്സൽ ക്യാമറയൊക്കെ ആയിട്ട് തകർക്കാനാണ് മോട്ടോയുടെ പരിപാടി. G60 ആണ് ഈ 108 മെഗാ പിക്സലുമായിട്ട് വരുന്ന ഫോൺ. നിങ്ങൾക്ക് 108 മെഗാ പിക്സൽ താല്പര്യമില്ല, അതിന്റെ സെയിം സ്പെക് വേണമെങ്കിൽ G40യിലേക്ക് നോക്കാം. G40യുടെ മെയിൻ ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ സ്നാപ്ഡ്രാഗൺ 732G എന്ന പ്രോസസർ, 6.8 ഇഞ്ച് വരുന്ന HDR10 ഡിസ്പ്ലേ, 120 Hz റീഫ്രഷ് റേറ്റിലാണ് വരുന്നത്, 64 മെഗാ പിക്സലിന്റെ ക്യാമറയാണ് വരുന്നത്. സെയിം സ്പെക് തന്നെ 108 മെഗാ പിക്സലിന്റെ ക്യാമറയുമായിട്ടാണ് G60 വരുന്നത്. ഈ ഒരു ഫോണിന്റെ ലോഞ്ച് എന്ന് പറയുന്നത് 20-ാം തീയതിയാണ്. മോട്ടോ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വെയിറ്റ് ചെയ്ത് നോക്കാം. 108 എന്ന ഹൈപ്പ് ഒക്കെ അടക്കമാണ് വരുന്നത്. സംഗതി ചിലപ്പോൾ പൊളിച്ചേക്കാം. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് തന്നെ നോക്കാം. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് MI11 സീരീസ് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. 11 സീരീസ് ആണ്, 4-5 ഫോണുകൾ ലോഞ്ച് ചെയ്യുന്നത്. കഴിഞ്ഞ ടെക് അപ്ഡേറ്റ് നമ്മൾ പറഞ്ഞിരുന്നു. MI11X എന്ന ഫോണിന്റെ ഒരു ഫസ്റ്റ് ലുക്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നല്ല സ്റ്റൈലിഷ് ആയ ലുക്കുള്ള ഫോണുകളൊക്കെ തന്നെയാണ്.
സത്യം പറഞ്ഞാൽ ഈ ഒരു റെഡ്മി നോട്ട് 10 സീരീസിന്റെ ആ ഒരു ടൈപ്പിലുള്ള ക്യാമറ മോഡ്യൂളും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഫോണും വരുന്നത്. തിരിച്ചാണ് പറയേണ്ടത്, MI11 സീരീസിന്റെ ക്യാമറ മോഡ്യൂളാണ് റെഡ്മി നോട്ട് 10 വന്നിരിക്കുന്നത്. എങ്കിലും ഈ ഒരു സ്റ്റൈലിലുള്ള MI11Xും കാര്യങ്ങളൊക്കെ വരാൻ പോകുന്നുണ്ട്. പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും വന്നിട്ട് നോക്കാം. എന്തായാലും അതിന്റെ ഫസ്റ്റ് ലുക്ക് ഇമേജുകളാണ് നിങ്ങൾ ഇവിടെ കണ്ടത്. ഇനി അടുത്തൊരു കാര്യം, Realme 8 5G എന്ന ഫോൺ ലോഞ്ച് ചെയ്യാൻ പോവാണ്. 22-ാം തീയതി 12:30 ഏപ്രിൽ 22-ാം തീയതി 12:30 അവർ ലോഞ്ച് വെച്ചിരിക്കുന്നത്. Realme 8 5G സൽമാൻ ഖാൻ ഫോണൊക്കെ പിടിച്ച് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. എന്തായാലും Realme 8 സീരീസിലെ 5G വരും എന്നുള്ള കാര്യം നേരത്തെ പറഞ്ഞിരുന്നു. 8 സീരീസിൽ 5G ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കമന്റ് ചെയ്തപ്പോൾ അവരുടെ ഒഫീഷ്യൽ ചോദിച്ചിരുന്നു, Realme 8 സീരീസിൽ 5G ഇല്ല എന്ന് ആരാ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ അങ്ങനെ ചിന്തിക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു കമന്റ് ഉണ്ടായിരുന്നു. പക്ഷേ 8 സീരീസ് വന്നപ്പോൾ നമ്മൾ 5G കണ്ടില്ല. പക്ഷേ പിന്നീട് നമുക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു 5G വരുമെന്നുള്ളത്. അതാണ് വരാൻ പോകുന്നത്. മീഡിയാടെക്കിന്റെ ഡയമൻസിറ്റി 700 എന്ന് പറയുന്ന 5G പ്രോസസർ വെച്ചുകൊണ്ടായിരിക്കും ഇത് വരിക. മീഡിയാടെക്കിന്റെ പ്രോസസർ ആയിരിക്കും ഉപയോഗിക്കുക. ബട്ട് ആ പ്രോസസറുകൾ ഇപ്പം നല്ല ക്വാളിറ്റിയുള്ള പെർഫോമൻസ് തരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. നമ്മൾ അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. X7 ഒക്കെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പെർഫോമൻസ് ആയിരുന്നു. ഹീറ്റിംഗ് ഇഷ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ബാറ്ററി ലൈഫിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല. സോ മീഡിയാടെക്കിന്റെ പ്രോസസറുകളെ ഡിപ്പെൻഡ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഷെയർ ചെയ്യാം. റിയൽമിയുടെ 8 5G നമുക്ക് കിട്ടുമോന്ന് അറിയില്ല. കാരണം അവർ പ്രസ് റിലീസ് പറഞ്ഞാൽ ഒരുപാട് ഇൻവൈറ്റ് അയക്കുന്നതല്ലാതെ, നമ്മളെ അങ്ങോട്ട് വിളിക്കുന്നതല്ലാതെ അവരുടെ പ്രൊഡക്റ്റ് ഇങ്ങോട്ട് അയക്കുന്ന ലക്ഷണമൊന്നും കാണാനില്ല. ബട്ട് സംഘടിപ്പിക്കാൻ ഇവിടുന്ന് അല്ലെങ്കിൽ ചൈനയിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ സംഘടിപ്പിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. കിട്ടുമെന്ന് ഉറപ്പില്ല. എന്നാലും നമുക്ക് നോക്കാം. ഇനി അടുത്തൊരു കാര്യം, വിവോയുടെ V21 മലേഷ്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇതൊരു വലിയ കാര്യമല്ലല്ലേ? എന്തായാലും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിന്റെ ലോഞ്ച് ഡേറ്റ് എന്ന് പറയുന്നത് 27-ാം തീയതിയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പോയിട്ട് വെറുതെ മലേഷ്യയിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. എന്തായാലും കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ നോക്കാം. ഇനി അടുത്തൊരു കാര്യം, Iqoo 7 ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇത്തിരി വ്യത്യസ്തമായ ഒരു നല്ല കിടിലൻ ഗെയിം ഒക്കെ കളിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഫോൺ ആയിരിക്കും എന്നാണ് അറിയുന്നത്. ഗെയിം കളിക്കാൻ പറ്റുന്ന പറഞ്ഞാൽ ഏറ്റവും നല്ല ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ വെച്ചുകൊണ്ടാണ് വരിക. Iqooന്റെ ഫോണൊരെണ്ണം സംഘടിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ട്രൈ ചെയ്യുന്നുണ്ട്. കിട്ടുമോന്ന് അറിയില്ല. കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അൺബോക്സിംഗും ഇനീഷ്യൽ ഇംപ്രഷനും ഒക്കെ ഉണ്ടായിരിക്കും. ബട്ട് ഡൽഹിയിലൊക്കെ കൊറോണ വന്ന് പലയിടത്തും ലോക്ക്ഡൌൺ ആയി തുടങ്ങി. അതുകൊണ്ട് കിട്ടുമോ എന്നുള്ള കാര്യം കൺഫ്യൂഷനാണ്. എന്തായാലും ഈ പറഞ്ഞ വരാൻ പോകുന്ന ഫോണുകളെല്ലാം നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും Iqooന്റെ ഫോൺ സംഗതി ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാത്തിരിക്കാവുന്ന ഒരു ഫോൺ തന്നെയാണ്. നല്ല ഫ്ലാഗ്ഷിപ്പ് പെർഫോമൻസ് തരുന്ന ഏറ്റവും കുറഞ്ഞ ഫ്ലാഗ്ഷിപ്പ് സ്നാപ്ഡ്രാഗൺ 888 കൃത്യമായിട്ട് പറഞ്ഞാൽ. ആ ഒരു പ്രോസസർ വെച്ചുകൊണ്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഫോൺ എന്ന രീതിയിൽ വരുന്ന ഒരു ഫോണാണെന്നാണ് കേൾക്കുന്നത്. സോ നമുക്ക് നോക്കാം ഏത് വിലയിൽ എത്രത്തോളം പവർഫുൾ ആയിട്ട് വരും എന്നുള്ള കാര്യം. ഇനി ഫൈനൽ ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് OnePlusന്റെ 9T എപ്പോഴാണ് വരിക? 9 സീരീസ് വന്നു കഴിഞ്ഞു. 9T എപ്പോഴാണ് വരിക എന്ന് ചോദിക്കുന്നുണ്ട്. 9T വരുമെന്ന് എനിക്കറിയില്ല. 9Tക്ക് ചാൻസ് കുറവാണെന്നാണ് കേൾക്കുന്നത്. പകരം OnePlusന്റെ നോഡ് 2 ആണ് അടുത്ത മാസം വരാൻ പോകുന്നത്. യെസ്, നോഡ് 2 അടുത്ത മാസം വരുന്നുണ്ടെന്നാണ് അറിയുന്നത്. എന്തായാലും നമുക്ക് കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങൾ അറിയാൻ സാധിക്കും. സോ അത്രയുമാണ് ഒരു ചെറിയ ടെക് ന്യൂസ് അപ്ഡേറ്റ്. വീണ്ടും കൂടുതൽ ടെക്നോളജി വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോകളിൽ കണ്ടുമുട്ടാം.